സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും നോക്കിയിരിക്കേണ്ട ചോദ്യങ്ങളാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ആരുടെ വാക്കുകളാണിത്? എക്സാം എഴുതുന്ന പോലെ തന്നെ അറ്റൻഡ് ചെയ്ത് പോവുക. ആരുടെ വാക്കുകളാണ് ഇത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. മഹാത്മാഗാന്ധി. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം ഏതാണ്? ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം. ഓപ്ഷൻ സി ആണ് ഉത്തരം. നവംബർ 26 നവംബർ 26. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത്. 1949 നവംബർ 26. അടുത്ത ചോദ്യം, വൈകുണ്ഠസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. വൈകുണ്ഠസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ, ബന്ധപ്പെട്ടതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നു. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചു. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചു. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന നിലപാട് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു. വൈകുണ്ഠസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ്. 1ഉം 3ഉം. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട്, വേല ചെയ്താൽ കൂലി കിട്ടണം, ആരുടേതാണ്? വൈകുണ്ഠസ്വാമിയുടേതാണ്. ഇനി പ്രാചീന മലയാളം എന്ന കൃതി, പ്രാചീന മലയാളം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദനാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. അടുത്തത്, ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? ശ്രീനാരായണ ഗുരു അവസാനം പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? കളവൻകോടാണ്. കളവൻകോട്. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശ്രീ കുമാര ഗുരുദേവൻ തന്നിരിക്കുന്നു. 1ാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി. സാമൂഹിക പിന്നോക്കാവസ്ഥ പരിഹരിക്കുവാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. പാട്ടുകളിലൂടെയാണ് തൻ്റെ ആശയം പ്രചരിപ്പിച്ചത്. വില്ലുവണ്ടി യാത്ര നടത്തി. ശ്രീ കുമാര ഗുരുദേവനുമായിട്ട് ബന്ധപ്പെട്ടത് ഉത്തരമേതാണ്? ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ്. 1ാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് ആരാണ്? ശ്രീ കുമാര ഗുരുദേവനാണ്. പാട്ടുകളിലൂടെയാണ് തൻ്റെ ആശയം പ്രചരിപ്പിച്ചത് എന്നും ശരിയാണ്. ഇനി വില്ലുവണ്ടി യാത്ര നടത്തിയത് ആരാണ്? വില്ലുവണ്ടി യാത്ര നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത് 1893. അടുത്ത ചോദ്യം, ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ. ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ ഇവിടെ തന്നിരിക്കുന്നു. ലണ്ടൻ മിഷൻ സൊസൈറ്റി, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, മുസ്ലിം ഐക്യ സംഘം. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്നിവ. കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്താവനകളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. തന്നിരിക്കുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി, അയ്യങ്കാളി, വൈകുണ്ഠസ്വാമികൾ, ശ്രീനാരായണ ഗുരു. റൈറ്റ് സൈഡിൽ സമത്വ സമാജം, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, സാധുജന പരിപാലന യോഗം, കേരള മുസ്ലിം ഐക്യ സംഘം. ഉത്തരം ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി, കേരള മുസ്ലിം ഐക്യ സംഘം.
അയ്യങ്കാളി സാധുജന പരിപാലന യോഗം, വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം, ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അടുത്തത് 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടുള്ള ബന്ധം. 1940 ജൂലൈ 31 എന്താണ് സംഭവിച്ചത്? ഓപ്ഷൻ സി ആണ്. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് 1940 ജൂലൈ 31 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കൽ ഓഡയറിനെ കൊലപ്പെടുത്തിയതിനാണ് 1940 ജൂലൈ 31 ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല. ഓപ്ഷൻ സി പ്രാഥമിക മേഖല. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. അടുത്ത ചോദ്യം, പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലെ ശരിയായ ജോഡി കണ്ടെത്തുക. 4 പഞ്ചവത്സര പദ്ധതികളാണ് തന്നിരിക്കുന്നത്. 1, 2, 3, 4 ഇവ. ഇതിൽ ലക്ഷ്യങ്ങളുമായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1-ാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. 2-ാം പഞ്ചവത്സര പദ്ധതി വ്യവസായിക വികസനം. 3-ാമത്തെ പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത. 4-ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് സ്വാശ്രയത്വം. ഒന്നും കൂടി, 1-ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനാണ്. 2-ാമത്തെ പഞ്ചവത്സര പദ്ധതി വ്യവസായിക വികസനത്തിനാണ്. 3-ാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത. 4 സ്വാശ്രയത്വം. അടുത്തത്, മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക. തന്നിരിക്കുന്ന UNDP ആണ് ഇത് തയ്യാറാക്കുന്നത്. സാംസ്കാരിക വൈവിധ്യം, ആയുർദൈർഘ്യം, അഴിമതി രഹിത ഭരണം, മാനവ വികസന സൂചിക. ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ്. 1ഉം 3ഉം. UNDP ആണ് ഇത് തയ്യാറാക്കുന്നത്. ആയുർദൈർഘ്യം എന്നിവ. അടുത്തത്, കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ആരാണ്? മിന്നുമണിയാണ്. മിന്നുമണി. ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ മഹൽവാരി വ്യവസ്ഥയാണ്. മഹൽവാരി വ്യവസ്ഥയാണ് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പാക്കിയ നികുതി വ്യവസ്ഥ. അടുത്തത്, ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായിട്ട് കൃഷി ചെയ്തിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്തുക. വിളകൾ തന്നിരിക്കുന്നത് കരിമ്പ്, തേയില, ചണം, ഗോതമ്പ് എന്നിവയാണ്. ഉത്തരം ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. കരിമ്പ് ഉത്തർപ്രദേശ്, തേയില ആസാം, ചണം ബംഗാൾ, ഗോതമ്പ് പഞ്ചാബ്. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഇലക്ഷൻ കമ്മീഷൻ തന്നിരിക്കുന്നു. സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നു, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നു, പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നു, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു എന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 4 മാത്രം. അടുത്ത ചോദ്യം, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ആണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് ആര്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഏതു രാജ്യത്തു നിന്നുമാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത്? സ്വാതന്ത്ര്യത്തിന് ശേഷം സോവിയറ്റ് യൂണിയൻ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത് സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ്. ഓപ്പറേഷൻ ഫ്ലഡ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്പറേഷൻ ഫ്ലഡ്
ധവള വിപ്ലവമാണ്. ധവള വിപ്ലവം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശമല്ലാത്തത് തന്നിരിക്കുന്നത് സമത്വാവകാശം, സ്വാതന്ത്ര്യാവകാശം, സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശങ്ങൾ, സ്വത്താവകാശം. ഇതിൽ മൗലികാവകാശമല്ലാത്തത് സ്വത്താവകാശമാണ്. സ്വത്താവകാശം ഇപ്പോൾ നിയമാവകാശമാണ്. അടുത്തത് 2002 86 ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏതാണ്? മൗലിക കർത്തവ്യം ഓപ്ഷൻ സി ആണ്, 1 മാത്രമാണ്. 6 മുതൽ 14 വയസ്സ് വരെ. വയസ്സ് ഓർത്തു വയ്ക്കണം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? ഭരണഘടനാ ഭേദഗതി പാർലമെന്റിലാണ്. പാർലമെന്റ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയതാര്? ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭ. കേരളത്തിലെ ഏത് ജില്ലയിലാണ് സമുദ്രവുമായോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? സമുദ്രമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്ത ജില്ല ഏതാണ്? കോട്ടയമാണ്. കോട്ടയം. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ജോൺ ജോസഫ് മർഫിയാണ്. ജോൺ ജോസഫ് മർഫി. ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകം. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അടുത്തത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത. കൊല്ലം മുതൽ കോട്ടപ്പുറം NW3 ആണ്. ഇപ്പോൾ ഇത് കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏത്? അക്ഷാംശ രേഖ ഉത്തരായന രേഖയാണ്. ഉത്തരായന രേഖ. സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം. സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു? അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടിപ്പുഴയിലാണ്. ചാലക്കുടിപ്പുഴ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ശബരിഗിരിയാണ്. ശബരിഗിരി. ഏറ്റവും വലുത് ഏതാണ്? ഏറ്റവും വലുത് ഇടുക്കിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. രണ്ടാമത്തേത് ശബരിഗിരി. ഏത് രാജ്യമാണ് ഇന്ത്യയുമായിട്ട് ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത്? ബംഗ്ലാദേശാണ്. ഉത്തര മഹാസമുദ്രത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിന്? ഉത്തര മഹാസമുദ്രത്തിൽ കാണപ്പെടുന്നത് എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയത് ആനമുടിയാണ്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക്? ഇന്ത്യ ശ്രീലങ്ക. ഏത് കടലിടുക്കാണ്? പാക് കടലിടുക്കാണ്. പാക്. ഹിമാലയൻ നദി അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നു കൃഷ്ണ, റവി, യമുന, അളകനന്ദ. ഹിമാലയൻ നദി അല്ലാത്തത് കൃഷ്ണ നദിയാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? വളപട്ടണമാണ് കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടക്കായലാണ്. പുന്നമടക്കായൽ. ജലത്തിലൂടെ പകരുന്ന ഒരു രോഗം? തന്നിരിക്കുന്നത് കോളറ, മലേറിയ, ചിക്കൻ പോക്സ്, ജലദോഷം. ജലത്തിലൂടെ പകരുന്നത് കോളറ. പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? ലാക്റ്റിക് ആസിഡാണ്. ലാക്റ്റിക് ആസിഡ്. ഇതിൽ സാംക്രമിക രോഗമല്ലാത്തത് ഇവിടെ തന്നിരിക്കുന്നു ടൈഫോയിഡ്, ക്യാൻസർ, മന്ത്, എയ്ഡ്സ്. സാംക്രമിക രോഗമല്ലാത്തത് ക്യാൻസർ. ECGയുടെ പൂർണ്ണരൂപം? ECG ഇലക്ട്രോകാർഡിയോഗ്രാം.
പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം. കൂടുതൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ്. പാൻക്രിയാസ് ഒരു ദഹനഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. പാൻക്രിയാസ് ഒരു ദഹനഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. അടുത്തത്, ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത്? ഓപ്പിയം പോപ്പി ചെടിയാണ്. പോപ്പി ചെടി. പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗം? പുകവലി. എംഫിസിമയാണ്. എംഫിസിമ. ശരിയായ ജോഡി ജീവകം എ, ബി, സി, ഡി. ശരിയായ ജോഡി ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓപ്ഷൻ സി. ജീവകം എയുടെ അഭാവത്തിൽ ഉണ്ടാകുന്നു നിശാന്തത. ജീവകം ബി ബറിബറി. ജീവകം സി സ്കർവി. ജീവകം ഡി റിക്കറ്റ്സ്. അടുത്ത ചോദ്യം, ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ? രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്നത് ശ്വേതരക്താണുക്കളാണ്. ശ്വേതരക്താണുക്കൾ. യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല? വിശ്വഭാരതി സർവകലാശാല. JC ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? TE വാസുദേവൻ. TE വാസുദേവൻ. കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എവിടെയാണ്? ഹാമിൽട്ടൺ. കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് ഹാമിൽട്ടൺ. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? 107. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ BVR സുബ്രഹ്മണ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചു. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഒന്ന് മാത്രമാണ് അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചത്. ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. അടുത്തത്, തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി തന്നിരിക്കുന്നു. അഭിനവ് ഭാരത് സൊസൈറ്റി VD സവർക്കർ. ഗദർ പാർട്ടി ലാല ഹർദയാൽ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസൻ. അനുശീലൻ സമിതി ചന്ദ്രശേഖർ ആസാദ്. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാർ ആയിരുന്നു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് നടപ്പിലാക്കിയത്. കോൺവാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവന ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 3 എന്നിവ ശരിയാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് ആരായിരുന്നു? സെമീന്ദാർ ആയിരുന്നു. കോൺവാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ശരിയാണ്. ഇനി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എവിടെയൊക്കെയായിരുന്നു നടപ്പിലാക്കിയത്? ബംഗാൾ, ബീഹാർ, ഒറീസ, വാരണാസി എന്നിവിടങ്ങളിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരയാണ്. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ലിബു ലേഖ് ചുരമാണ്. ലിബു ലേഖ് ചുരം.
ചുവടെ തന്നിരിക്കുന്നതിൽ മില്യൺ ഷീറ്റുകളുടെ തോത്, മില്യൺ ഷീറ്റുകളുടെ 1:1 മില്യൺ എന്നതാണ്. നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥ. നവംബർ മുതൽ മാർച്ച്. റാബിയാണ്, റാബി. ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഇടമലക്കുടിയാണ്, ഇടമലക്കുടി. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ്. ഇപ്പോഴും പലരും പാലക്കാട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് മാറി ഇപ്പോൾ ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലെ സ്ഥലം ഇടമലക്കുടി വില്ലേജിനോട്, ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി വില്ലേജിനോട് കൂട്ടിച്ചേർത്തതോടു കൂടിയാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിട്ട് മാറിയത്. പുറം പണി അല്ലെങ്കിൽ ഔട്ട്സോഴ്സിങ്ങുമായിട്ട് ബന്ധമില്ലാത്തത് ഏത്? ഇവിടെ തന്നിരിക്കുന്നു. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾ, സേവന മേഖല, ആഗോളവൽക്കരണം, ഭൂപരിഷ്കരണം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 4 മാത്രം. ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്, ഭൂപരിഷ്കരണം. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ ആണ് 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂർ ആണ്, ഛോട്ടാ നാഗ്പൂർ. നിങ്ങൾക്കായിട്ടൊരു ചോദ്യമുണ്ട്. ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്നത് ഏത്? ഇന്ത്യയുടെ ധാന്യ കലവറ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനുമായിട്ട് ബന്ധമില്ലാത്തത്. ആസൂത്രണ കമ്മീഷൻ ബന്ധമില്ലാത്തത് തന്നിരിക്കുന്നു. 1950 സ്ഥാപിതമായി നീതി ആയോഗ്, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ, റിസർവ് ബാങ്ക്. ബന്ധമില്ലാത്തത് ഏതാണ്? റിസർവ് ബാങ്ക് ആണ്. 1950 സ്ഥാപിതമായി. അതുപോലെ ആസൂത്രണ കമ്മീഷൻ നീതി ആയോഗായിട്ട് മാറിയത് ആസൂത്രണ കമ്മീഷനാണ്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ എന്നിവ ബന്ധപ്പെട്ടതാണ്. സപ്തർഷി എന്ന പദം താഴെ നൽകിയിരിക്കുന്നതിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? 2023-24 യൂണിയൻ ബജറ്റാണ്. 2023-24 യൂണിയൻ ബജറ്റ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 25 വനിതാ അംഗങ്ങളുണ്ടായിരുന്നു. ഭരണഘടനയുടെ അന്തിമ കരട് രേഖ 1949 നവംബർ 26 അംഗീകരിച്ചു. യോജിക്കുന്ന പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2, 4 എന്നിവ. 2, 4 എന്നിവ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായിട്ട് ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവനകൾ. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളോടെയാണ് ആമുഖം ആരംഭിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പിന്നിലെ ആദർശങ്ങൾ. 1976 42 ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലർ എന്ന പദം ചേർത്തു. ആമുഖം എന്ന ആശയം കടമെടുത്തത് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നുമാണ്. യോജിക്കുന്ന പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1, 2, 3. 1, 2, 3 എന്നിവ യോജിക്കുന്ന പ്രസ്താവനകളാണ്. ആമുഖം എന്ന ആശയം കടമെടുത്തത് USA നിന്നുമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? പൗരത്വം ഭാഗം 2 ആണ്, ഭാഗം 2. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ 32. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ 73ാം ഭരണഘടനാ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ്, 1, 2, 4 എന്നിവ. 1, 2, 4 എന്നിവ.
സംസ്ഥാനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്ന ത്രിതല സംവിധാനം സ്ഥാപിക്കുന്നതിന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. പഞ്ചായത്തിന്റെ 3 തലങ്ങളിലേക്കും 5 വർഷത്തെ ഓഫീസ് കാലാവധി നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. പഞ്ചായത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 1/3 കുറയാത്തത് സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുന്നു. താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത്? ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് നീതി ആയോഗാണ്. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106 ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് നാരി ശക്തി വന്ദൻ അധിനിയം. 1/3 സീറ്റുകൾ, അതുപോലെ 106 ഭരണഘടനാ ഭേദഗതി നാരി ശക്തി വന്ദൻ അധിനിയം. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി. അടുത്ത ചോദ്യം, മാതാപിതാക്കൾ 2 പേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേരാണ് സ്നേഹപൂർവം. താഴെ പറയുന്നവയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച കുടുംബശ്രീയുമായിട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവ എല്ലാമാണ്. കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലെ അടിസ്ഥാന ഘടകം അയൽക്കൂട്ടങ്ങളാണ്. വാർഡ് തലത്തിൽ ഓരോ അയൽക്കൂട്ടങ്ങളിൽ നിന്നും പ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്നത് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. കുടുംബശ്രീ സംവിധാനത്തിന്റെ അടിത്തറയായ ലഘു സമ്പാദ്യ പദ്ധതിയാണ് മൈക്രോ ഫിനാൻസ് പദ്ധതി. സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ലൈസോസൈമാണ്. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്ക് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്പെക്ട്രം. ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രൂപം കൊണ്ട പരിസ്ഥിതി സംഘടനയായ അപ്പിക്കോ ഇന്ത്യയിലെ ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പിക്കോ പ്രസ്ഥാനം കർണാടക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ജീവിതശൈലി രോഗങ്ങൾ തിരിച്ചെഴുതുക. ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ തന്നിരിക്കുന്നു ഫാറ്റി ലിവർ, പ്രമേഹം, ഹീമോഫിലിയ. ഓപ്ഷൻ സി ആണ് 1, 2 ഫാറ്റി ലിവറും പ്രമേഹവും. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. കോൺവെക്സ് ദർപ്പണം ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 3 എന്നിവ ശരിയാണ്. പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ രൂപപ്പെടുന്നു. റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നു. ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ്. ഇവ എല്ലാം ശരിയാണ്. പ്ലവക്ഷമ ബലം വസ്തുവിന്റെ വ്യാപ്തത്തെ ആശ്രയിക്കുന്നു. പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. പ്ലവക്ഷമ ബലം ആ ദ്രാവകത്തിന്റെ സാന്ദ്രതയെ സ്വാധീനിക്കുന്നു. ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ എ ആണ്. എല്ലാം ശരിയാണ്. 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. ചന്ദ്രയാൻ 3 ആണ്. 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ഓഗസ്റ്റ് 23 ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. അടുത്തത്, എക്സ് എന്ന മൂലകത്തിന്റെ ആറ്റത്തിൽ 3 ഷെല്ലുകളുണ്ട്. ഈ മൂലകത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നു. ഈ മൂലകം ഏത് പീരിയഡിലും ഗ്രൂപ്പിലും ഉൾപ്പെടുന്നു? ഓപ്ഷൻ ബി ആണ്. 3-ാം പീരീഡ് 1-ാം ഗ്രൂപ്പ്. അടുത്ത ചോദ്യം, വാതക തന്മാത്രയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ സി 2, 3 എന്നിവ ശരിയാണ്.
വാതക തന്മാത്രകളുടെ ഊർജം വളരെ കൂടുതലായിരിക്കും. വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്തിക സ്വഭാവമുള്ളതിനാൽ ഊർജ്ജനഷ്ടം സംഭവിക്കുന്നില്ല. തെറ്റായിട്ടുള്ള പ്രസ്താവന തന്നിരിക്കുന്നത് വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം കുറവായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റാണ്. അടുത്തത് ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. 2023 രസതന്ത്ര നോബൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്? 2023 ഓപ്ഷൻ ഡി ആണ് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിൻ്റെ സങ്കലനവുമാണ്. PSCയുടെ ഫൈനൽ ആൻസർക്ക് അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്